നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുർസ്കിൽ ചിന്നിച്ചിതറി യുക്രൈൻ സൈനികർ. കൈകാലുകൾ വേർപെട്ടും മുഖം വികൃതമായ നിലയിലും മൃതദേഹങ്ങൾ. രക്തം കട്ടപിടിക്കുന്ന കാഴ്ചകൾ. റഷ്യയ്ക്കു വേണ്ടി കിമ്മിന്റെ പട്ടാളം കൊന്നെറിഞ്ഞത് 76,000 യുക്രൈൻ സൈനികരെ. തെരഞ്ഞുപിടിച്ച് വേട്ടയാടി കൊല്ലുന്ന അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതി പുറത്തെടുത്ത് റഷ്യയും ഉത്തര കൊറിയയും. റഷ്യയുടെ കുർസ്ക് മേഖലയിൽ കടന്നു കയറിയതിന് യുക്രൈന് നൽകേണ്ടി വന്നിരിക്കുന്നത് വലിയ വിലയാണ്. പുടിന്റെ പട്ടാളം കയറി വളഞ്ഞു. കിമ്മിന്റെ സൈന്യം സെലൻസ്കി സൈനികരെ വേട്ടയാടി കൊലപ്പെടുത്തി. അതാണ് സംഭവിച്ചത്. 76,000 പേരെ കൊലപ്പെടുത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ്. 3 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ എത്ര ലക്ഷം പേർ കൊല്ലപ്പെട്ടു എന്ന യഥാർത്ഥ കണക്ക് ഇതുവരെയും പുറത്തുവരാത്ത സാഹചര്യത്തിൽ കുർസ്ക് മേഖലയിലെ കണക്ക് റഷ്യ പുറത്തുവിട്ടത് യുക്രൈനും അവരെ പിന്തുണയ്ക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്കും വലിയ പ്രഹരമായി മാറിയിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിക്കെതിരെ വലിയ രീതിയിൽ ജനങ്ങൾ ഇപ്പോൾ ഇളകിയിരിക്കുകയാണ്. സൈനികരെ വൻതോതിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ സൈനികരുടെ കുടുംബങ്ങൾ സെലൻസ്കിക്കെതിരെ വലിയ പ്രതിഷേധം ശക്തമാക്കുകയാണ്. യുക്രൈനിൽ ആഭ്യന്തര കലഹം ഉടലെടുക്കണം, അതാണ് റഷ്യ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര കലാപവും റഷ്യയുമായുള്ള സൈനിക പോരാട്ടവും ഒരുപോലെ കൊണ്ടുപോകാൻ യുക്രൈന് സാധിക്കില്ല. ഈ ഘട്ടത്തിൽ കയറിയടിച്ച് യുക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്ന നീക്കമാണ് റഷ്യ പുറത്തെടുക്കുന്നത്. എത്രമാത്രം ആൾനാശം യുക്രൈന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നതിന്റെ ചെറിയ ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ എന്നാണ് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥ ചിത്രം മറച്ചുവെച്ച് തെറ്റായ വിവരങ്ങൾ പുറത്തുവിടുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ കള്ളക്കഥകൾ പൊളിച്ചടുക്കുക എന്ന ലക്ഷ്യവും കണക്കുകൾ പുറത്തുവിട്ടതിലൂടെ റഷ്യ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള ഒരു വാദം ഉയർന്നിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ ഇതുവരെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ മുഴുവൻ കണക്കുകളും പുറത്തുവിടാനാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ. നിലവിൽ യുക്രൈന്റെ നല്ലൊരു ഭാഗം പ്രദേശങ്ങളും റഷ്യ പിടിച്ചെടുത്തിരിക്കുകയാണ്. റഷ്യയുടെ ഈ സൈനിക മുന്നേറ്റം തടയാൻ നാറ്റോ രാജ്യങ്ങൾ നിർദ്ദേശിച്ച പ്രകാരമാണ് യുക്രൈനോട് ചേർന്ന് കിടന്നിരുന്ന റഷ്യൻ പ്രദേശമായ കുർസ്ക് മേഖലയിലേക്ക് യുക്രൈൻ സൈന്യവും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളും അതിക്രമിച്ച് കയറി പിടിച്ചെടുത്തത്. ഈ മേഖല തിരിച്ചു പിടിക്കാനും യുക്രൈൻ സൈന്യത്തെ തുരത്താനും ഉത്തര കൊറിയൻ സൈനികരെയാണ് റഷ്യ നിയോഗിച്ചത്. യുക്രൈനിലെ മറ്റു മേഖലകളിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന റഷ്യൻ സൈനികരെ തിരിച്ചു വിളിക്കാതെയും റിസർവ് സൈനികരെ രംഗത്തിറക്കാതെയും ഉത്തര കൊറിയൻ സൈന്യത്തിന് പോരാടാനുള്ള അവസരമാണ് റഷ്യ ഒരുക്കിയത്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ ഉണ്ടാക്കിയ സൈനിക കരാർ പ്രകാരമാണ് ഈ സൈനിക വിന്യാസം നടന്നിരിക്കുന്നത്. ഈ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിൽ ആരാവശ്യപ്പെട്ടാലും സൈന്യത്തെ വിട്ടു നൽകുമെന്നത് പൊതുധാരണയാണ്. ഇതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ സുരക്ഷ കരാർ പ്രാബല്യത്തിൽ വന്നതു മുതൽ റഷ്യയുടെ കൂടി ചുമതലയിലാണ്. അമേരിക്കയെയും നാറ്റോ സഖ്യത്തെയും ആശങ്കയിലാഴ്ത്തുന്ന കരാറുകൂടിയാണ് ഇത്. അമേരിക്ക വരെ എത്താൻ കഴിയുന്ന നിരവധി അണ്വായുധങ്ങളുള്ള രാജ്യമായ ഉത്തര കൊറിയയെയും അതിൻ്റെ എടുത്തുചാട്ടക്കാരനായ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനെയും സാക്ഷാൽ അമേരിക്ക പോലും ഭയക്കുകയും ആശങ്കയോടെയുമാണ് കാണുന്നത്. മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രഖ്യാപിത ശത്രുവായ ഇറാനുമായും ഉത്തര കൊറിയയ്ക്ക് നല്ല ബന്ധമാണുള്ളത്. റഷ്യ ഉത്തര കൊറിയ മോഡൽ ഒരു സൈനിക കരാർ അധികം താമസിയാതെ തന്നെ ഇറാനുമായും റഷ്യ ഉണ്ടാക്കും എന്നും ഇറാനിൽ റഷ്യ സൈനിക താവളം തുറക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരികയും ചെയ്യുമ്പോൾ അമേരിക്കൻ ചേരിക്ക് ആശങ്കയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിയില്ല. ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ സഹായം നൽകി ആ രാജ്യത്തെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമമാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത്. കുർസ്ക് മേഖല മോചിപ്പിക്കാൻ റഷ്യൻ പടയാളികൾക്കൊപ്പം അണിനിരന്നത് ഉത്തര കൊറിയൻ സേനയാണ്. എന്തു വില കൊടുത്തും ആ പ്രദേശം തിരികെ പിടിക്കണമെന്ന് കിം തന്റെ പടയാളികളോട് നിർദ്ദേശിച്ചിരുന്നതും. പുടിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാകുക എന്ന നീക്കമാണ് കിം നടത്തുന്നത്. വ്ളാഡിമിർ പുടിനെ എന്തായാലും ഉത്തര കൊറിയൻ സേനയുടെ നീക്കം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. വളരെ ചെറിയ സൈനിക നഷ്ടം മാത്രമാണ് ഈ മേഖലയിൽ റഷ്യൻ ചേരിക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ രക്തരൂക്ഷിതമായ കുർസ്കിലെ പോരാട്ടത്തിൽ 76,000-ലധികം പേരാണ് യുക്രൈൻ ഭാഗത്ത് നഷ്ടമായിരിക്കുന്നത്.
തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് ഇത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം കൈയേറിയ കുർസ്ക് മേഖലയിലെ ചില അതിർത്തി പ്രദേശങ്ങൾ ഏപ്രിലിലാണ് റഷ്യ പൂർണ്ണമായും തിരിച്ചുപിടിച്ചത്. അതിർത്തി കടന്നുള്ള യുക്രൈൻ അധിനിവേശത്തിൽ നിന്ന് റഷ്യൻ പ്രദേശത്തെ മോചിപ്പിക്കാൻ സഹായിച്ച ഉത്തര കൊറിയൻ സൈന്യത്തിനും കിം ജോങ് ഉന്നിനും നന്ദി പറയുന്നുവെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കിയത്. ജൂലൈ 12-ന് വോൺസാൻ കൽമ റിസോർട്ടിൽ ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സൺ ഹുയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ വീര സൈനികർ റഷ്യൻ സൈനികരോടൊപ്പം ചേർന്ന് കുർസ്ക് മേഖലയുടെ വിമോചനം അവരുടെ രക്തവും ജീവനും പണയപ്പെടുത്തി വേഗത്തിലാക്കിയെന്നാണ് ലാവ്റോവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കുർസ്ക് മേഖലയിൽ പോരാടിയ ഉത്തര കൊറിയൻ സൈനികർക്ക് റഷ്യയിൽ ഒരു സ്മാരകം സ്ഥാപിക്കാനും റഷ്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് നന്ദി അറിയിച്ച ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നിരുപാധികം പിന്തുണയ്ക്കാൻ ഇനിയും ഉത്തര കൊറിയ തയ്യാറാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായും റഷ്യയും ഉത്തര കൊറിയയും ഒരു ബെൽറ്റായിരിക്കുകയാണ്. ഇതിനിടെ പുടിനെ എങ്ങനെയും പൂട്ടുക എന്ന നീക്കത്തിലേക്ക് അമേരിക്ക കടന്നിട്ടുണ്ട്. പുടിനെ പിണക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. യുക്രൈനുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 50 ദിവസത്തെ സമയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. റഷ്യയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം അസന്തുഷ്ടരാണ്. അതിനാൽ തന്നെ അവർക്കെതിരെ കഠിനമായ താരിഫുകൾ ചുമത്താൻ പോകുകയാണ്. 50 ദിവസത്തിനുള്ളിൽ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഏകദേശം 100% താരിഫുകൾ ചുമത്തും. അതിനെ ദ്വിതീയ താരിഫുകൾ എന്ന് വിളിക്കുമെന്നാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ വൈറ്റ് ഹൗസിൽ ട്രംപ് പറഞ്ഞത്. പുടിനോട് തനിക്ക് കടുത്ത നിരാശയുണ്ടെന്നും ട്രംപ് ആവർത്തിച്ചു. മാസങ്ങൾക്ക് മുൻപ് അവരൊരു കരാറിൽ എത്തിച്ചേരുമെന്നായിരുന്നു താൻ കരുതിയിരുന്നത്. ഇനി സെപ്റ്റംബറോടെ വെടിനിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്താൻ പോകുകയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ദ്വിതീയ താരിഫുകൾ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളും സ്ഥാപനങ്ങൾക്കും മേൽ ലെവികൾ ചുമത്തുന്നതിന് വഴിവെക്കും. ചൈന, ബ്രസീൽ, ഇന്ത്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഊർജ്ജ പദ്ധതിയുടെ ഭാഗമായി റഷ്യൻ ഇന്ധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിനാൽ തന്നെ താരിഫുകൾ ഈ രാജ്യങ്ങൾക്കെതിരെയും വരും. ഇതിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്താനാണ് അമേരിക്കയുടെ ശ്രമം. അമേരിക്ക റഷ്യ പോര് വീണ്ടും പുതിയ തലത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. യുക്രൈന് പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന പ്രഖ്യാപനവുമായി ട്രംപ് നേരത്തെ എത്തിയിരുന്നു. മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയ ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അപ്പോഴും രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത്. പുടിൻ വളരെ മനോഹരമായി സംസാരിക്കുമെന്നും എന്നാൽ വൈകുന്നേരമാകുമ്പോൾ എല്ലാവരെയും ബോംബെറിയുകയും ചെയ്യും എന്നാണ് ട്രംപ് പരിഹസിച്ചത്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈന് പ്രതിരോധം തീർക്കാൻ മിസൈലുകൾ നൽകുന്നതെന്നും ട്രംപ് വിശദീകരിച്ചു. പാട്രിയറ്റ് മിസൈലുകൾ എത്ര എണ്ണമാണ് യുക്രൈന് നൽകുന്നത് എന്ന കാര്യം ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് അതിന്റെ ചെലവ് വഹിക്കേണ്ടത് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പുടിന്റെ പിടിവാശിയാണ് കാര്യങ്ങൾ അവതാളത്തിലാക്കിയത് എന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ താൻ പ്രസിഡന്റായാൽ ഉടനടി യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ പ്രസിഡന്റായി 7 മാസം പിന്നിടുമ്പോഴും യുദ്ധം ഇപ്പോഴും തുടരുകയാണെന്ന കാര്യം ട്രംപിന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ റഷ്യക്കെതിരെ കടുത്ത നിലപാടിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് നൊബേൽ സമ്മാനത്തിന് കൂടുതൽ അടുത്തെത്താൻ ട്രംപ് ആഗ്രഹിച്ചിരുന്നു. അത് പുടിന്റെ നിലപാട് കാരണം നടക്കാതെ പോയി. റഷ്യയുമായി എണ്ണ കച്ചവടം നടത്തുന്ന ഇന്ത്യയെ പോലും ട്രംപ് ഭയപ്പെടുത്താൻ നോക്കി. എന്നാൽ അതൊന്നും വിലപ്പോയില്ല. റഷ്യയിൽ നിന്നും ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് പുടിനെ പരസ്യമായി ട്രംപ് തള്ളിപ്പറയുന്നത്. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപുമായി വാക്പോരിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ഒത്തുതീർപ്പിന് തയ്യാറാകുകയായിരുന്നു. ബൈഡൻ സർക്കാരിന്റെ കാലത്ത് അമേരിക്ക നൽകിയ സൈനിക സഹായത്തിന് പകരമായി യുക്രൈന്റെ ധാതു സമ്പത്തിന്റെ വലിയൊരു ഭാഗം വിട്ടുനൽകാൻ പോലും സെലൻസ്കി തയ്യാറായി. എന്നാൽ യുദ്ധം ഒത്തുതീർക്കുന്നതിനായി ട്രംപ് മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്ന കാര്യത്തിൽ പുടിൻ അലംഭാവം കാട്ടിയെന്നാണ് ട്രംപ് പറയുന്നത്. പലതവണ പുടിനുമായി ഫോണിൽ മണിക്കൂറുകളോളം ട്രംപ് ചർച്ചയും നടത്തിയിരുന്നു. റഷ്യയിൽ നിന്നുള്ള ദിവസേനയുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ കൂടുതൽ പ്രതിരോധ സന്നാഹങ്ങൾ വേണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് ഇപ്പോൾ യുക്രൈന് ആയുധ സഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈൻ പ്രതിസന്ധി
പുതിയൊരു തലത്തിലേക്ക് യുദ്ധം മുറുകുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് അമേരിക്ക വീണ്ടും ആയുധം കൊടുത്ത് യുക്രൈനെ സഹായിക്കുമ്പോൾ റഷ്യ കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.